യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഓം ക്രീം ഓം ക്ലൈം ബ്രഹ്മസ്ഥാനായ സ്വാഹ. ഓം ദേവി ഓം ബ്രഹ്മണേ ഓം. ഓം അഷ്ടഗന്ധ ഓം പരബ്രഹ്മ. ഈശ്വരന്റെ പൂജയുടെ ഫലമായിട്ട് ആളെത്തിയോ? അയ്യോ, ഒഴിഞ്ഞു പോ. അയ്യോ സ്വാമി, ഒന്നും ചെയ്യല്ലേ, അത് ഇവിടുത്തെയാളാ. എന്താ ഇതൊക്കെ? ആനന്ദേ, പേടിക്കണ്ട, ഒരു പൂജ നടക്കുക. ഈ വീട്ടിലെ ദോഷങ്ങളൊക്കെ ഒന്ന് മാറാൻ. എന്താ അമ്മ ഇതൊക്കെ? മനുഷ്യനെ പേടിപ്പിക്കാൻ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അന്തേട്ടാ, ഒന്നും പറയണ്ട. ഒരു ദിവ്യകർമ്മം നടക്കല്ലേ, നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കല്ലേ പ്ലീസ്. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. ആയുരാരോഗ്യ സൗഖ്യം, സർവവിഘ്നോപശാന്തി. അത് ശരി, രാവിലെ തന്നെ ചിക്കൻ തിന്നല്ലേ നാറി. ഇത് തന്നെയാണ് എന്റെ കുഴപ്പം. ഒരു കഷ്ണം തിന്നാ മതി, 3-4 മണിക്കൂർ കുത്തിക്കൊണ്ടിരിക്കും പല്ലിന്റെ ഇടയ്ക്ക്. കുറെ നേരം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. നിനക്കെന്താ ഒരു പുച്ഛം? ഇത് ലക്ഷങ്ങൾ ചെലവാക്കി നടക്കുന്ന ഒരു പൂജയാണിത്, മനസ്സിലായോ? സകല ദോഷ പരിഹാരാർത്ഥം, ആയുരാരോഗ്യ സൗഖ്യ പരിഹാരാർത്ഥം, സർവശത്രു സംഹാരാർത്ഥം ആവാഹനം ആവാഹനം ആവാഹനം. ഇളയ സ്വാമി സ്വാമി, സകല ബാധദോഷങ്ങളെയും ഈ തേങ്ങയിൽ ആവാഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് നിലത്തെറിഞ്ഞു പൊട്ടിക്കുന്നതോടുകൂടി എല്ലാ ദുഷ്ടശക്തികളും ഒഴിഞ്ഞു പോകും. ദുർദേവതകളെ, ദുഷ്ടശക്തികൾ വിറച്ചു തുടങ്ങി. ഈ ഹോമകുണ്ടത്തിന്റെ മുന്നിൽ വന്നിരിക്കുക. ഈ തേങ്ങ എറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അണ്ടകടാഹത്തിലെ എല്ലാ ദുഷ്ടശക്തികളും അപ്രത്യക്ഷമാകും. പൊട്ടിച്ചിതറി ചാവും. അമ്മേ മഹാമായി, എനിക്ക് കാണിച്ചതാ, എനിക്ക് കാണിച്ചതാ, എനിക്ക് കാണിച്ചതാ. ആ ദുരാത്മാവ് ആരാണെന്ന് എനിക്ക് കാണിച്ചതാ.
ഇതാണോ ഇതാണോ ഇങ്ങോട്ട് വരിക. കാണിച്ചതാ കാണിച്ചതാ. കാണിച്ചതാ. കണിവെള്ളരി പൊക്കോ. കാണിച്ചതാ കാണിച്ചതാ കാണിച്ചതാ. പരിഹാസത്തിന്റെ മുന്നില് ഇത് ഞാൻ താഴെയിട്ടുടയ്ക്കും. തല താഴെ കിടന്ന് ഉരുളും. കണ്ടോ കണ്ടോ ദുഷ്ടശക്തികൾ പ്രവർത്തിച്ചു തുടങ്ങിയത് കണ്ടോ? നിനക്കിങ്ങനെ അധിക നേരം പിടിച്ചു നിൽക്കാനാവില്ലടാ. എന്റെ മുന്നിൽ വാ. എന്റെ മുന്നിൽ. അങ്ങനെ പറയരുത്. ഞാനിവിടെ സ്വാമിയാണ്. പൊടാ പട്ടി. എന്തൊക്കെ നീ തരണം. കാണിച്ചതാ കാണിച്ചതാ. ഇതാണോ? സ്വാമി, ഞാൻ ഈ തേങ്ങക്കുള്ളില് ബോംബ് വെച്ചിട്ടുണ്ട്. ബോംബോ? ബോംബല്ല, ബോംബ്. ചുമ്മാ സത്യം. വേല ഇറക്കല്ലേ വെറുതെ. സ്വാമി, ഞാനേ ഈ തേങ്ങക്കുള്ളിലെ ബോംബ് വെച്ചിട്ടുണ്ട്. സ്വാമി അങ്ങോട്ട്. സ്വാമി ഈ തേങ്ങ എറിഞ്ഞാലേ വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. എല്ലാം അതോടെ തീരും. സത്യം. അതുകൊണ്ട് ദൂരെ എവിടേക്കെങ്കിലും എറിയുക. അല്ലെങ്കിൽ സ്വാമിയുടെ കാര്യം ബും സ്വാഹ. അയ്യോ. എന്തു പറ്റി സ്വാമി? ദേവിയെ യഥാർത്ഥത്തിൽ ശരീരത്തിൽ ആവാഹിച്ചു? ദേവി ആവാഹിച്ചൊന്നുമല്ല. ഇത് ഉയിര് പോകുന്നതിന് മുമ്പുള്ള വേറെവല്ല. ഓം ബോംബായ സ്വാഹ. ബോംബെന്ന്. ബോംബല്ല, നാളെ ബോംബെയിൽ എനിക്കൊരു പൂജയുണ്ട്. ഈ തേങ്ങ ഉടയ്ക്കാതെ തന്നെ ദുഷ്ടശക്തികൾ കൊഴിഞ്ഞു പോകാൻ ഞാനൊരു അവസരം കൊടുക്കുകയാണ്. അതെങ്ങനാ സ്വാമി? തേങ്ങ ഉടച്ചാലല്ലേ പൂജ പൂർത്തിയാകൂ. ആരുടെ ദേഹത്താ ബാധയുള്ളതെന്ന് തേങ്ങ ഉടച്ചാലല്ലേ അറിയൂ. അങ്ങനെ ഒഴിയാ ബാധയ്ക്ക് ആശ്രയം കൊടുക്കണ്ട സ്വാമി. തേങ്ങ ഉടച്ചു തന്നെ ദോഷം മാറ്റിക്കോ. അതെ സ്വാമി, തേങ്ങ ഉടയ്ക്കണം എന്നല്ലേ സ്വാമി നേരത്തെ പറഞ്ഞത്? അത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറയുന്നു ഇത് ഉടയ്ക്കണ്ടെന്ന്. അതിന് പകരം ഞാൻ വേറൊരു വിദ്യ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇളയസ്വാമി, തലയിരിക്കുമ്പോ വാലാടണ്ട കേട്ടോ. ഓം ക്രീം പരതേ കാമരൂപിണി ബോംബായ കർമ്മണി ജഗശ്രീ ബോംബായ സ്ഫോടനായ സപന്യായ പുരു. സ്വാമി, മന്ത്രം മാറിപ്പോയി. എന്തു പറ്റി സ്വാമി? ഇളയസ്വാമി. സ്വാമി, എന്തായാലും ഇത്രയും സ്ഥിതിക്ക് തേങ്ങ എറിഞ്ഞ് തന്നെ ഉടയ്ക്കണം. ശബ്ദിച്ചു പോരുത്. ഇവിടെ ഞാനാണ് കർമ്മി. ഞാൻ തീരുമാനിക്കുന്നതാണ് കർമ്മം. ഡോണ്ട് മിസ്റ്റേക്ക് മീ. സ്വാമി അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. തേങ്ങ ഇവിടെ ഉടയ്ക്കണം. ഉടയ്ക്ക സ്വാമി തേങ്ങ. അതെ, ഇവിടെ കർമ്മം ചെയ്യുന്നത് ഞാനാണ്. ഈ തേങ്ങ ഉടയ്ക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ബാധയായാലും മനുഷ്യനായാലും ഒരു അവസരം കൊടുക്കണ്ടേ? ആശാൻ എന്താ ഈ പറയുന്നേ? ഈ തേങ്ങ ഉടച്ചാലല്ലേ പൂജ പൂർത്തിയാവൂ. ഉടയ്ക്ക് സ്വാമി. അങ്ങനെ പറയരുത് കുട്ടി. ഉടയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. ഓ, അതെന്തൊരു പോക്കൃത്തരോ മണിക്കരെ. സ്വാമി, അതെന്ത് കുന്തെങ്കിലും ആകട്ടെ, സ്വാമി എങ്കിൽ സ്വാമി. ഞാൻ പറഞ്ഞ കാശ് സ്വാമിക്ക് തന്നില്ലേ, പിന്നെ എന്തിനാ ഒരു മനമാറ്റം? തേങ്ങ ഉടച്ചാ തീരൂ.